സുജിത് ഭക്തനും കുടുംബത്തിനും ഓൺലൈനിൽ ഒരു ദുരനുഭവം ഉണ്ടായി. ഈ ഒരു കാര്യം സുജിത് ഭക്തനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവരെ ആരോ ഒരാൾ ഓൺലൈനിൽ പല രീതിയിലും വളരെ മോശമായ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കമന്റ് ഇട്ടും അല്ലെങ്കിൽ മെയിലുകളും അയച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയ്ക്ക് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാർ ഇത്തരം കാര്യങ്ങൾക്ക് അധികം പ്രതികരിക്കാറില്ല. അതിന് കാരണം അവർക്ക് അതിന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ആവാം. അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാവരെയും നന്നാക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. കുറെ ഞരമ്പന്മാർ ഇങ്ങനെ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ എന്നാൽ ഇവൻ ചില്ലറ പ്രശ്നക്കാരനൊന്നുമല്ല, പിന്നാലെ പിന്തുടരുകയാണ്. ഇതുപോലെയുള്ള ആളുകൾക്ക് എന്തായാലും പണി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സുജിത് ഭക്തൻ അവനെതിരെ നിയമ നടപടി എടുക്കാൻ തീരുമാനിച്ചു കഴിയല്ല, ഓൾറെഡി ചെയ്തു. നിയമ നടപടി എടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി അവർ കൊച്ചിയിലുള്ള കാക്കനാട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവർ ഓൾറെഡി അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പോലീസിന് കൊടുത്തിരിക്കുകയാണ്. അവർ പറയുന്നത് ഉപദ്രവിച്ച ആൾ ആരാണെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ടെന്നാണ്. 99% ഉറപ്പുണ്ടെന്ന് സുജിത് ഭക്തൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ അന്വേഷണം കഴിയുന്നത് വരെ ആ വ്യക്തിയുടെ പേര് പുറത്തുവിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. സുജിത് ഭക്തനും കുടുംബം ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഉടനെ തന്നെ ആരാണ് ഈ ഉപദ്രവം ചെയ്തതെന്ന് എല്ലാവരെയും അറിയിക്കും. അതുപോലെ ഈ വിഷയത്തിൽ നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമെന്നും പറയുന്നുണ്ട്. സുജിത് ഭക്തന്റെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു എന്താ പറയുക, ഇതുപോലെ ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന ഒരുത്തനെ റിവീൽ ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ സുജിത് ഭക്തൻ ഇന്നലെയാണ് ഇട്ടിരുന്നു തോന്നുന്നു. ആ വീഡിയോയിൽ ക്ലിയർ ആയി തന്നെ പറയുന്നുണ്ട്. സുജിത് ഭക്തനെയും കുടുംബത്തെയും സഹായിക്കാൻ കുറെ നല്ല ആളുകൾ ഉണ്ടായിരുന്നു, ചില എത്തിക്കൽ ഹാക്കർമാരും. അതുപോലെ ഈ ഉപദ്രവം ചെയ്ത ആളെ കുറിച്ച് അറിയാവുന്ന വേറെ ചിലരും ഇവർക്ക് ഒരുപാട് വിവരങ്ങൾ കൊടുത്തു. ഈ ആളുകൾ കൊടുത്ത ഇൻഫർമേഷൻ ഒക്കെ ശരിക്കും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളുമായി ഒത്തുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായ എന്തോ വിവരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സുജിത് ഭക്തൻ പറയുന്നതനുസരിച്ച് ഈ ഉപദ്രവം ചെയ്ത ആൾ ഇപ്പോൾ അമേരിക്കയിൽ ബോസ്റ്റണിലാണ് ഉള്ളത്. അയാൾക്ക് ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലും ഹാക്കിങ്ങിലും വശമുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ അവൻ പണ്ട് ഇന്ത്യയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലും ഒമാനിലെ മസ്കറ്റിലുള്ള ഇന്ത്യൻ സ്കൂളിലുമായിരുന്നു പഠിച്ചത്. അപ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ഒരാളാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. അത്രയ്ക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതല്ലേ സ്വഭാവം. ഇതുപോലെയുള്ള സൈക്കോകളെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? എന്തായാലും അതൊന്ന് കമന്റിൽ ഇടുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ സുജിത് ഭക്തന്റെ ഒരു സൈബർ ഞരമ്പ് രോഗിയെ റിവീൽ ചെയ്യുന്ന വീഡിയോയിൽ നേരിട്ട് ഇയാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതായത് ഈ സസ്പെക്റ്റിനെ ഈ സംശയമുള്ള ആളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഇയാൾ തന്നെയാണ് എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ആദ്യം വാട്സപ്പിലാണ് സംസാരം ഉണ്ടായത്. വാട്സപ്പിലാണ്. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ആൾ, ഈ സസ്പെക്ട് ചെയ്യുന്ന ആള് ഓൾറെഡി പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. അതിനുശേഷമാണ് ഫോൺ ചെയ്യുന്നത്. അതിൽ ഈ ഉപദ്രവം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളുടെ അച്ഛനും സംസാരിച്ചു. ആ ഫോൺ കോൾ കഴിഞ്ഞ ഉടനെ തന്നെ ഈ സസ്പെക്ട് അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. അതുപോലെ അയാളുടെ വെബ്സൈറ്റും ഇപ്പൊ കിട്ടാനില്ല. അതിനുശേഷം ഭയങ്കര ഫോർമലായിട്ട് ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ അയച്ചു. അതിലും അയാൾ താനാണ് ഇതൊക്കെ ചെയ്തതെന്ന് സമ്മതിക്കുന്നില്ല. എന്തായാലും സുജിത് ഭക്തന്റെ കയ്യിൽ ഇയാൾ തന്നെയാണ് ആ ഒരു ഞരമ്പ് രോഗി എന്ന് തെളിയിക്കാൻ പറ്റിയ കുറെ തെളിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ എന്തൊക്കെ നിയമ നടപടികൾ എടുക്കാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും. അതുമാത്രമല്ല, ഈ ഉപദ്രവം ചെയ്ത ആളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അയാളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും ഇയാളുടെ ഈ മോശം പെരുമാറ്റത്തെ കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ചെറിയ ചരമ്പന്മാരെയൊക്കെ എന്താ പറയുക, നമുക്ക് ഒരു പരിധി വരെ വിട്ടുകളയാം. എന്നാൽ ഈ സ്ഥിരമായി ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നവരെ ഇങ്ങനെ നല്ല പണി കൊടുക്കുക തന്നെ വേണം.